സ്നേഹമുള്ളവരെ, നൊയമ്പ് കാലത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ നൊയമ്പ് കാലം നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിലെ വളരെ അനുഗ്രഹപ്രദമായ ഒരു കാലഘട്ടമായിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ ഇത് നമ്മളിലേക്ക് പ്രചോദിപ്പിക്കുന്നത് ഉത്ഥാനത്തിലേക്കും ഉത്ഥാന ശേഷമുള്ള ജീവിതത്തിലേക്കുമാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നൊയമ്പ് കാലം മുഴുവനും നമ്മൾ ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിലാണല്ലോ ഈശോ 40 ദിവസം ഉപവസിച്ച കാര്യം പറയുന്നത്. അതിങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ 40 ദിവസം ഒന്നും ഭക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. ലൂക്ക 4-ാം അധ്യായത്തിൽ 1-2 വചനം ഇതാണ് പറയുന്നത്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ആത്മാവിനാൽ നിറഞ്ഞവനായി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. കണ്ടോ, ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാരിലെ വളരെ പ്രസിദ്ധനായ വിശുദ്ധ ഹിലാരിയോസിൻ്റെ ഒരു പ്രബോധനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് അവൻ ഒന്നും കഴിച്ചില്ല? ആ 40 ദിവസം അവൻ ഒന്നും കഴിച്ചില്ല, അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ 40 ദിവസം അവൻ ഉപവസിച്ചു എന്ന് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ അതിൻ്റെ അന്തരാർത്ഥത്തിൽ അവന് വിശന്നില്ല, അവനൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് പിന്നീട് അവന് വിശന്നു. അപ്പോൾ വിശുദ്ധ ഹിലാരി പുണ്യവാളൻ പറയുന്നത് അവൻ ഒന്നും കഴിച്ചില്ല. എന്തുകൊണ്ട് കഴിച്ചില്ല? അവന് വിശന്നില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് അവന് വിശന്നില്ല. ഇതാണ് ഉപവാസം. ഉപവാസം എന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള ഒരു സഹവാസമാണ്. വിശുദ്ധ ഹിലാരി പിതാവ് പറയുന്നത് ഈശോയുടെ ജീവിതത്തിലെ, ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ 40 ദിവസം ഈശോയുടെ പരസ്യ ജീവിതത്തിലെ അവസാനത്തെ 40 ദിവസമായ ഉത്ഥിതമായ അവസ്ഥ, അതായത് ഈശോയുടെ പുനരുദ്ധരിച്ച അവസ്ഥയുമായിട്ട് ഈശോ ഒന്നാക്കി. അങ്ങനെ ആ പുനരുദ്ധരിച്ച അവസ്ഥയുടെ ഒരു മുൻകൂർ അനുഭവമായിരുന്നു ഈശോയുടെ 40 ദിവസത്തെ ആ ജീവിതം. സ്നേഹമുള്ളവരെ, നമ്മൾ സീറോ മലബാർ കുർബാനയിലുടനീളം ഈ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലാണ്. നമ്മൾ ഉത്ഥാനഗീതം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥന തന്നെ ഇതാണല്ലോ: കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം ബലിവാൻ. അങ്ങനെ മാമോദീസായിലൂടെ നമ്മളെല്ലാവരും മാമോദീസായെക്കുറിച്ച് റോമർ 6:3 പറയുന്ന ഇതാണ്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നമ്മൾ അവൻ്റെ ഉത്ഥാനത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ നൊയമ്പുകാല ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഈശോ തന്നെ പുനരുദ്ധരിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ സഹവാസം, ഉപവാസം. നിങ്ങൾക്കെല്ലാവർക്കും ആ സഹവാസ ഉപവാസത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് വന്നിട്ട് അവസാനം നമ്മൾ ഉയർപ്പ് ഞായറാഴ്ച, ഉയർപ്പ് രാത്രിയിൽ അതിൻ്റെ പൂർണ്ണ അനുഭവത്തിന് വേണ്ടി നമ്മൾക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്.